പിന്നെ മറിയേ, അവിടെ അത്ഭുതങ്ങൾ വല്ലതും നടന്നാൽ നീ അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്തേക്കണേ. ആരാണാവോ വന്നത്? ആ ശലോമി, നീ ആയിരുന്നോ? നീ എന്തായി വടിയൊക്കെ പിടിച്ച്? നല്ല ഭംഗിയുള്ള വടിയാണല്ലോ. ഇപ്പൊ വടിയില്ലാതെ നിനക്ക് നടക്കാൻ വയ്യായോ? എടി, ഇത് നടക്കാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇതേ മോശ ഉപയോഗിച്ച അംശവടിയാണ്. ഞാനിത് നമ്മുടെ തോമസം പ്ലാവിലില്ലേ, പുള്ളിയുടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതാ. 100-200 അല്ല കൊടുത്തത്, 25 ലക്ഷം കൊടുത്തത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ മാത്തേ, സുഖമായിട്ടിരിക്കുന്നു. നീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നീ പ്രാർത്ഥിച്ചോ, ഞാൻ പിന്നെ വരാം. പോകാൻ വരട്ടെ, പ്രാർത്ഥന പിന്നെയും ആകാമല്ലോ. നീ ഇരിക്കേ, ഒത്തിരി നാളായി നിന്നെ കണ്ടിട്ട്. ഓ, ഭയങ്കര തിരക്കായിരുന്നു നീ. അത് പോട്ടെ, നീ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോയില്ലേ? ആ, നീ അറിഞ്ഞില്ലേ? ഞങ്ങളാണ് ഇന്ന് യേശുവിന്റെ ഡിന്നർ കൊടുക്കുന്നത്. ഒരു 5 സ്റ്റാർ ഡിന്നറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശലോമി, നീ എന്താ പ്രസംഗത്തിന് പോകാതിരുന്നത്? അതിന് ഈ പ്രസംഗം 1-2 ദിവസമാണോ ഉള്ളത്? 15 ദിവസമല്ലേ? പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞാൽ പോരെ? പിള്ളേർക്കാണെങ്കിൽ ക്ലാസ്സും ട്യൂഷനും ഒക്കെ ഉണ്ട്. ഞാൻ വല്ല സൂമിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടോളാം. നീ തന്നെ പറ, എക്സാം ആണോ പ്രസംഗമാണോ വലുത്? അത് പിന്നെ എക്സാം തന്നെയല്ലേ. എടി മാർത്തെ, നീ ഇന്ന് ഫേസ്ബുക്ക് ചെക്ക് ചെയ്തിരുന്നോ? ഇല്ലടി, ഞാൻ ഒരു അരമണിക്കൂർ മുൻപേ നോക്കിയുള്ളൂ. എന്താ ശലോമി? അതെ, നമ്മുടെ ഭാഗ്യത്തെ സാറയില്ലേ, അവള് പള്ളിയുടെ പിക്നിക്കിന് ഗ്രീൻ ഐലൻഡിൽ പോയ ഫോട്ടോയും വീഡിയോയും ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അവളുടെ ഒരു പത്രാസ് ഞാൻ കൈക്കടിച്ചിട്ടൊന്നുമില്ല. നീ കൈക്കടിക്കേണ്ട. ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും. മാത്തേ, എന്നാൽ ഞാൻ അവസരമൊക്കെ ഉണ്ട്. കൂടാതെ എനിക്ക് ജുംബ ഡാൻസും. എടി, നിന്നെ മാത്രം യേശുവിന്റെ പ്രസംഗത്തിന് കണ്ടില്ല. ലാസറും മറിയയും ഏറ്റവും മുൻപിലിരിപ്പുണ്ടായിരുന്നല്ലോ. യേശുവിനെ ഇന്ന് ഇവിടെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വെജിറ്റബിൾ അരിഞ്ഞതാണ്. അയ്യോ, ഇപ്പോഴാ ഞാൻ ഓർത്തെ. അച്ഛൻ ഓഫീസിൽ നിന്ന് വരാറായി, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. പിന്നെ ഇവന്റെ വെജിറ്റബിൾ അരിഞ്ഞിട്ട് വേണം നമ്മുടെ കയ്യിൽ കറയാകാൻ. എന്നാലും നമുക്ക് കുറച്ച് സഹായിക്കാമായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. ഏതായാലും നീ എത്തിയല്ലോ, നമുക്ക് ഒരുമിച്ച് പണി തീർക്കാം. വേഗമാകട്ടെ. നീ യൂട്യൂബും ഫേസ്ബുക്കും നോക്കി സമയം കളഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചത് നീ മറന്നുപോയോ? ദേ മറിയെ, നീ അധികം വിശുദ്ധയാക്കിയൊന്നും വേണ്ട. ഈ നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം ഇവിടെ ആരും വീട്ടുജോലി ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് നമ്മോട് കട്ട് ചെയ്യും. മറിയെ, വാ ഇങ്ങോട്ട്, പണി ചെയ്യണ്ടേ? വീട്, ഞാൻ അല്പനേരം യേശുവിന്റെ അടുക്കൽ ഇരിക്കട്ടെ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഗുരു, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അങ്ങേക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? എന്നെ സഹായിക്കാൻ ഇവിടുന്ന് മറിയോട് ഒന്ന് പറഞ്ഞാലും. മാത്തേ, നീ പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ. അല്ല, ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാരും അവിടെ നിന്ന് എടുക്കുകയുമില്ല. ഇത് ദുഷ്കാലമായാൽ ഓർത്തിരുകയും സമയം തക്കത്തിൽ ഉപയോഗിക്കുകയും നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരങ്ങളിൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തിൽ നിന്ന്